ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വീണ്ടും അജീഷാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെപ്പോലെ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ളവർ ഈ ഒരു കാലഘട്ടത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ യാത്ര ചെയ്യുന്നിടത്ത് നമ്മൾ വൈറ്റ് കെയിൻ യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാറുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ ഇവിടെ എത്തി, നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ അറിയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്കിന്ന് പരിചയപ്പെട്ടാലോ? അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, Lazarillo GPS ഫോർ ദ ബ്ലൈൻഡ് എന്ന ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ Lazarillo എന്ന ആപ്ലിക്കേഷൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ടോക്ക് ബാക്കിൻ്റെ വോളിയം കൊടുത്തിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ വോയിസിൽ നോയ്സൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, ഇവിടെ ഓപ്പൺ കൊടുത്തു. Lazarillo ആദ്യം ഇങ്ങനെ ഒരു വോയിസൊക്കെ കിട്ടും. ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഞാൻ കംപ്ലീറ്റ് വായിച്ചിരുന്നില്ല, ടോക്ക് ബാക്ക് അനൗൺസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്പം സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ വായിച്ച് നോക്കി ചെയ്താൽ മതിയാകും. ഞാനിവിടെ ഗൂഗിൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഇവിടെ ലോഗിൻ ആയി. കാരണം എനിക്കിവിടെ പഴയതായിട്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുകളായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട അക്കൗണ്ട് സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും. ഇതിൻ്റെ പെർമിഷൻ ഒക്കെ നോക്കാം. Uses location data to announce where you are in places near you, like bus stops, ATMs, shops, etc., even when the app is in the background. Next button. Permission request. Allow Lazarillo to access this device. While using Lazarillo needs to use your Bluetooth to scan and connect to beacons to know your location inside buildings. Double tap to activate. Permission request. Allow Lazarillo to find, connect to and determine. Allow. Enabling Wi-Fi will improve location accuracy. Enabling the portable Wi-Fi hotspot might reduce it. ഇത് നമ്മൾ don't show again കൊടുക്കുക. Double tap to activate. In order for Lazarillo to work in the background for the exploration or tracking a location, Lazarillo needs you to grant the location permission. Don't show again കൊടുക്കുക. നമ്മൾ അങ്ങനെ മെയിൻ പേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. Recently announced. Find nearby trip. Find nearby bank city. Find nearby health location. Find nearby food location. Find nearby stores. Find nearby arts and ed. Find nearby public build. Find nearby education. Find nearby pubs. Find nearby lodge. Selected. Exploration. Tab. One of favorites. Tab. News. Tab. Settings. Tab. 4. ഇവിടെ ഇത്രയും ടാബും ഉണ്ട്. ഇവിടെ നമുക്ക് നിങ്ങൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ സെർച്ചിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട സ്ഥലം ഉപയോഗിക്കുക, ടൈപ്പ് ചെയ്യുക. ലൊക്കേഷൻ നിർബന്ധമായിട്ട് ഓൺ ആയിരിക്കണം. ഇവിടെ ഞാൻ വെറുതെ TVM എന്ന് സെർച്ച് ചെയ്യുവാണ്. Trinity English Medium School, Kaiban Camp, Charlie. Trinity English, Victor, Trinity English, TVM, 5 places available. TVM Airport Viewpoint, TVM Aluminium Fabrication, Nirani, Kerala, India. TVM Department of Museums and Zoos, near Kerala University. ഓക്കെ, ഇതിലിപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന ടൈമിൽ, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്ന ടൈമിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ, 26 പോകുമ്പോൾ ഈ ഒരു ബട്ടണിനോട് ഓൺ ചെയ്തിടുക, ട്രാക്ക് ദിസ് പ്ലേസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അഡ്രസ് ഉണ്ട്, അവർ വെബ്സൈറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റും കാണിക്കും. ഓക്കെ, ഗൂഗിൾ മാപ്പിൽ എന്താണോ ആഡ് ചെയ്തിട്ടുള്ളത് അത് നമുക്കിവിടെ അറിയാം. ഇതിന് നമുക്ക് ഫേവറേറ്റിൽ ആഡ് ചെയ്യാനും പറ്റും കേട്ടോ. ആഡ് ടു ഫേവറേറ്റ്, ഷെയർ പ്ലേസ്. ഇത്രയാണ് ഇതിലുള്ളത്. ഇതിലങ്ങനെ വലുതായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അജീഷ്. ബൈ ബൈ.